സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാളത്തിലെ സിനിമാ പ്രേക്ഷകരെല്ലാം, അതായത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ഒക്കെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ജന്തു വന്നിട്ട് കുറച്ച് വിഷമങ്ങ് ഒഴിക്കാൻ നോക്കിയത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മമ്മൂക്കയെയും മകനെയും. അവർ രണ്ടുപേരും മരിച്ചാൽ മാത്രമേ മറ്റൊരു സൂപ്പർ താരമായ മോഹൻലാലിനും മകനും ഉയരാൻ കഴിയുകയുള്ളൂ എന്ന് ഒരു നികൃഷ്ടജീവി, ഒരു പുഴുത്ത പട്ടി, ഒരു വേട്ടാവളിയൻ വന്നിട്ട് ഇവിടെ വിളമ്പുകയുണ്ടായി. ഇന്ന് അവൻ മാപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ്റെ മാപ്പും വേണ്ട, ഒരു കോപ്പും വേണ്ട മമ്മൂക്കക്ക്. അതായത് അവൻ പറഞ്ഞത് ഇനി അവന് തിരിച്ചെടുക്കാൻ കഴിയുമോ? അവൻ പറയുന്നത് എന്താണ്? ഞാൻ വെള്ളടിച്ചിട്ട് പറഞ്ഞാണെന്നാണ് അവൻ പറയുന്നത്. അവൻ വെള്ളത്തിലൊന്നുമല്ല, ഒരിക്കലും അവൻ വെള്ളടിച്ച് പറയുന്നതല്ല ഇത്. അവൻ സ്വയബോധത്തിൽ തന്നെ പറയുന്നതാണ്. കാരണം അവൻ്റെ ആ മനസ്സിൽ തന്നെയുണ്ട് മമ്മൂട്ടിയോടുള്ള അവൻ്റെ ആ വെറുപ്പുണ്ടല്ലോ, അതവൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. മമ്മൂട്ടിയോടും മകനോടും തമ്മിലുള്ള വെറുപ്പ്. അപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് അവൻ RSS അല്ല, BJP അല്ല. RSSോ BJPയോ വർഗീയവാദി എന്നൊന്നും ആരും പറയുന്നില്ല. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ പോലും ഇങ്ങനെ പറയാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവന് മമ്മൂക്കയോട് ദേഷ്യമുണ്ടാകാം. അതായത് അവൻ ലാലേട്ടൻ ഫാൻ ആയിക്കോട്ടെ. അപ്പോൾ മമ്മൂക്കയോട് ദേഷ്യമുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചോട്ടെ എന്ന് പറയാം. എന്തിനാണ് അദ്ദേഹത്തിൻ്റെ മകനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്? ഇതൊക്കെ കേൾക്കുമ്പോഴേ അമ്മയ്ക്കും അതുപോലെ തന്നെ മമ്മൂക്കയായ ഒരു ബാപ്പയ്ക്കും ഉണ്ടാകുന്ന വിഷമം എന്താണ് ഇവന് മനസ്സിലാകാത്തത്? ഇവൻ പറയുന്നുണ്ടല്ലോ വെള്ളടിച്ചിട്ട്. ഇവന് ഒരു വെള്ളവുമല്ല. ഇവൻ നല്ല രീതിയിലുള്ള ബോധത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ ആള് ഭയങ്കരമാണ്. ഇന്നിവൻ മാപ്പ് കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഇവൻ്റെ തോവലും മാപ്പും ഇതൊക്കെ നമ്മൾ കണ്ടു. ഇത് 1-ാം നമ്പർ അഭിനയമാണ് ഇവൻ്റെ. ഇവൻ പ്രതീക്ഷിച്ചത് വേറെ എന്തൊക്കെയോ ആണ്. അതാണ് ഇവൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ജനങ്ങൾ ഇത്രത്തോളം പ്രതികരിക്കുമെന്ന് ഇവൻ പ്രതീക്ഷിച്ചിട്ടില്ല. മനസ്സിലാക്കണം നിങ്ങൾ. അവനറിയാം കൃത്യമായിട്ട് ഒരു ക്യാമറാമാൻ്റെ മുന്നിലാണ് ഞാൻ പറയുന്നത്, ഒരു ക്യാമറയോടാണ് സംസാരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന അവൻ ഇത്രയും വലിയ ഒരു പോക്രിത്തരം പറയണമെങ്കിൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ അവൻ്റെ മനസ്സ്. അവൻ ഈ ലാലേട്ടൻ ഫാനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൽ ഫാൻസിൻ്റെ ഒരു കൈകടത്തൽ നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പരസ്പരം പോരടിക്കുന്ന കുറേ ഫാൻസുകളെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫാൻസുകൾ എല്ലാവരും ചേർന്നിട്ട് ഇവരൊന്നും എല്ലാ പടവും എന്തുകൊണ്ട് ഇവർ 100 കോടിക്ക് കളക്ട് ചെയ്യാൻ കൊടുക്കുന്നില്ല? അതൊന്നും ഇവരെ കൊണ്ട് കഴിയില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമ വരുമ്പോൾ ജനങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിൽ തിയേറ്റർ വന്നിട്ടുള്ള പ്രകടനം നടത്താനല്ലാതെ ഇങ്ങനെയുള്ള ടീമിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എനിക്ക് തോന്നുന്നത് ഈ ലാലേട്ടൻ്റെ സിനിമകൾ തന്നെ ചിലത് പരാജയപ്പെടാനുണ്ടാകുന്ന കാരണം എന്നാൽ ഇവനെ പോലുള്ള ചില ടീമുകളുണ്ട്. അതായത് വളരെ മോശപരമായിട്ട് മറ്റുള്ളവരെ ചിത്രീകരിക്കുക, അതുപോലെ തന്നെ വളരെ മോശപരമായിട്ട് പറയുക, അതുപോലെ മറ്റുള്ളവരുടെ സിനിമയുടെ പോസ്റ്റർ കീറുന്ന ടീമുകളുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ മമ്മൂക്കാൻ്റെ സ്പെഷ്യൽ കണ്ണൂർ സ്ക്വാഡ് 100 കോടിയിൽ വന്നു എന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് എന്തൊക്കെ വൃത്തികെട്ട കമൻറ്റുകളാണ് വരുന്നത് ഈ മമ്മൂക്കയ്ക്കെതിരെ. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതൊരു വ്യക്തിയാണ്. പക്ഷേ ലാലേട്ടൻ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചില ആൾക്കാർ, എല്ലാവരും ഒന്നുമില്ല, ലാലേട്ടന് നല്ല രീതിയിൽ നല്ല ഫാൻസും നല്ല കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കടന്നുകൂടിയിരിക്കുന്ന ചില വെറുപ്പുള്ള കുറച്ച് ടീമുകളുണ്ട്. അവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് മമ്മൂട്ടി എന്ന് കേൾക്കുമ്പോഴെന്തോ ഒരു അലർജി പോലെയാണ്. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പണ്ടത്തെ ഈ കുറച്ചു കാലം മുന്നെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ജനങ്ങളെ വിട്ട് കൂവിക്കലുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ചില ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, മറ്റൊരാളുടെ സിനിമ തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സിനിമ വ്യവസായം തന്നെ തകർത്തത് ഇവരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം, ഇവനെ പോലെയുള്ള ഇവൻ ഫാൻസ് ആണെങ്കിൽ, ഈ മമ്മൂക്കയെ ഇതുപോലെ പറഞ്ഞ ഇവൻ ഫാൻസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവനെ പോലെയുള്ളവരാ കൈയൊഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവൻ ഒരു ഫാൻസും അല്ല. ഒരു ഫാൻസ് പോലും ഇങ്ങനെ ചിന്തിക്കുമോ? ആ മമ്മൂക്കയോട് നമുക്ക് ദേഷ്യമുണ്ട്, ലാലേട്ടനോട് ദേഷ്യമുണ്ടെങ്കിൽ അവരെ പറയാം. എന്തിനാണ് അവരുടെ കുടുംബത്ത് കയറി പറയുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ കുടുംബത്തെ പറയാൻ ഇവൻ എന്താണ് അധികാരം? ഇവനും ഉണ്ടാവില്ലേ ഒരു കുടുംബം? വേറെ ആരെങ്കിലും ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിവന് കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേനെ. ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ പുറകിലൊന്നും പോകാറില്ല. കാരണം അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിങ്ങലായിട്ടുണ്ടാകും. കാരണം അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. അപ്പോൾ ആ അമ്മയ്ക്കും തൻ്റെ മകനെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അവർക്ക് എത്ര വിഷമമായിട്ടുണ്ടാകും. അതുപോലെ മമ്മൂക്കയ്ക്ക് മകനെ പറ്റി പറഞ്ഞപ്പോഴേ മമ്മൂക്കയൊന്നും ഒരിക്കലും ആഗ്രഹിക്കുകയും കൂടി ചെയ്യാത്ത ഒരു സംഭവമാണ് ഈ ഒരു പുള്ളിക്കാരൻ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇവൻ എങ്ങനെയാണ് മാപ്പ് കൊടുക്കുക?
ഇവൻ മാപ്പ് അർഹിക്കുന്ന ഒരു തെറ്റാണോ ചെയ്തത്? ഇവന് ബോധം വരുമ്പോൾ പറയാനുള്ളതൊക്കെ വിളിച്ചു പറയുക, അതിനുശേഷം വന്നിട്ട് മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം കളിക്കുക. ഈ കുറച്ച് കാലമായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് പല സ്ഥലത്തും ഉണ്ട്. ഇതിവിടെ മാത്രമൊന്നുമല്ല, ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പറയാനുള്ളത് മൊത്തം ആദ്യം അങ്ങ് തള്ളിവിടും. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് തോന്നിട്ട് മാപ്പ് 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 എന്ന് പറയുമായിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്നലെ അവൻ വർഗീയവാദിയാണ്, സംഖ്യയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും അവൻ അതൊന്നും അല്ല എന്നാണ് പറയുന്നത്. അവൻ അതോ എന്തോ ആയിക്കോട്ടെ, അവൻ്റെ മനസ്സെന്ന് വന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും പുറത്തു കൊടുക്കാൻ കഴിയില്ല. പൊറുക്കുന്നവർ പുറത്തോ, മാപ്പ് കൊടുക്കുന്നവരൊക്കെ കൊടുത്തോ. എനിക്ക് പേഴ്സണലായിട്ട് എന്ന് പറഞ്ഞാൽ അവന് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. അവൻ അത്രയും ഭയങ്കരമാണ് പറഞ്ഞത്. ഇദ്ദേഹത്തെ രണ്ട് ചീത്ത പറഞ്ഞോ, മമ്മൂക്കയെ വേണമെങ്കിൽ മായും പീയും കൂയും കൂട്ടിയിട്ട് ചീത്ത പറഞ്ഞോ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഈ വാക്കുണ്ടല്ലോ, ഈ വായിൽ നിന്ന് വന്ന വാക്ക് ഇവൻ ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രേക്ഷകരെന്ന് പറ, നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്നവർ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ സിനിമാ പ്രേക്ഷകരോ ഇല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസോ ഇല്ലെങ്കിൽ മമ്മൂക്കാൻ അഗാധമായി സ്നേഹിക്കുന്നവരൊന്നുമല്ല. ഏതൊരു മനുഷ്യനായി കഴിഞ്ഞാലും ഒരു മനുഷ്യൻ്റെ പോലും പിന്നെ വീട്ടുകാരെയോ മുഖത്ത് നോക്കിയിട്ട് ഇതുപോലെ പറയാനുള്ള അധികാരമുണ്ടോ ഇവനെ പോലെയുള്ളവനുണ്ടോ? ഇവൻ എന്താണ് ഇത് വെച്ചിരിക്കുന്നത്? എന്തും തുറന്ന് പറയാം. ഒരു ലക്കും ലഗാനും ഇല്ലാതെ അവൻ വെള്ളം അടിച്ചിന് അവൻ കളവ് പറയുന്നത്, പച്ച കള്ളാവൻ പറയുന്നത്. അവൻ ആ പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അവൻ മമ്മൂട്ടീൻ്റെ മകനും മരിക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണിലുള്ള തീകോളം കണ്ടില്ല ഞങ്ങൾ? അതാണ് അവൻ്റെ പക എന്ന് പറയുന്നത്. അവന് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യനോടുള്ള എന്തൊരു പകയാണ് അവനിൻ്റെ പുറകിൽ, അല്ലാതെ വേറെയൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ലാലേട്ടൻ്റെ വഴിയാണ്, അതുപോലെ ദുൽഖറിൻ്റെ വഴിയാണ്, പ്രണവിൻ്റെ വഴിയാണ്. ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവനെ പോലെയുള്ള ഇവൻ്റെ ആ മനസ്സിലുള്ള ആ ഇതുണ്ടല്ലോ, ആ ഒരു വിഷം പുറത്തേക്കങ്ങ് ഛർദ്ദിക്കുക ചെയ്തത്. അതാണ് ഇങ്ങനെ ഛർദ്ദിച്ചിട്ട് ഇവൻ്റെ ആ ഒരു അവസ്ഥ ഇവൻ ഇന്നലെ പറയുന്ന കേട്ടോ. എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി. ഒരു വിഷമവും ഇവനില്ല. ഇവന് ഇന്നലെ പറയാനുള്ളത് പറഞ്ഞാ ഇനിയിപ്പോൾ കണ്ണിൽ പൊടിയിടാനൊന്ന് മാപ്പ് പറഞ്ഞേക്കാം. എന്തിനാല്ലേ, ആരെങ്കിലും വല്ല കേസും കൊണ്ട് കൊടുക്കണ്ട എന്ന് കരുതിയിട്ട് മാപ്പ് പറഞ്ഞേക്കാം. അതാണ് ഇവൻ്റെ ഉള്ളിൽ. അല്ലാതെ ഇവനൊരു ഒരു തേങ്ങയില്ലേ ഇവന് ഒരു പിന്നെ എന്നാ പറയുന്നത്, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിലൊരു വീഡിയോ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം ഞാൻ കൂടെ പറയും, ഇവനെ ന്യായീകരിച്ചിട്ട് ഒരാൾ ഇങ്ങോട്ട് വരണ്ട. കാരണം എന്തിനാ ഇവനെ ന്യായീകരിക്കുന്നത്? ഇവനെ പോലെയുള്ളവന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. മനസ്സിലായ? അതായത് ഇവൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇവൻ ചീത്ത വിളിച്ചോട്ടെ, ഇനിയിപ്പോൾ വേണമെങ്കിൽ അവരെ വീട്ടുകാരെ മൊത്തം വിളിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു ബാപ്പ പോലും ഒരു ഉമ്മ പോലും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഒരു സഹോദരങ്ങൾ പോലും ആഗ്രഹിക്കാത്ത ഒരു വലിയൊരു തെറ്റാണ് ഈ നികൃഷ്ടജീവി എന്ന് പറയുന്നവൻ ചെയ്തത്. ഇനി അവൻ്റെ പേര് പോലും ഒറിജിനലാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് അവൻ പറഞ്ഞിരിക്കുന്ന പേര് വേറെയാണ്, ഇന്നലെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പേര് വേറെയാണ്. ഇതൊക്കെ നമുക്കറിയാം. അതായത് അതുപോലും നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ പറയുന്ന പേരെന്താണ്, ഇന്ന് പറയുന്ന പേരെന്താണെന്ന്. ഇതിൽ പോലും ചിലപ്പോൾ കള്ളത്തരമുണ്ടാകും. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ്. ഇനിയും വരും. ഇവനെ മാപ്പില്ലാടുന്നു. നന്ദി, നമസ്കാരം.